ഓ മൈ ഗോഡ്, കേന്ദ്രമന്ത്രി സഞ്ചരിച്ച ഹെലികോപ്റ്റർ അടിച്ചിട്ട് 2 കാക്കളി ചത്തുന്നു. അയിങ്ങന്നെ കാക്കയൊക്കെ ചത്തോളൂ. എന്തിനാ സഖാവേ വേണ്ടാത്ത പണിക്ക് പോകുന്നത്? അതോ കൈവച്ചതോ ബൂർഷാപത്രത്തെ ചായക്കാശുണ്ടാ നോക്കട്ടെ. സാമ്പത്തിക മാന്യമാ സഖാവേ. 10 രൂപ ഒരു ചായ. സാറേ സാറേ സഖാവ് ഇങ്ങോട്ട് മാറിക്കാ, ഞാൻ വിളിക്കാം. സാറേ സാറേ ഞാൻ സഖാവ് ഉണ്ണിക്കുട്ടൻ, ഇത് സഖാവ് ഭീമൻ, ഞങ്ങളുടെ നേതാവാ. ഞങ്ങൾ തിരുവനന്തപുരത്തു നിന്ന് വരിക. തനിക്കിപ്പോ എന്താ വേണ്ടേ? ഞങ്ങളുടെ കൈനരിക്കുള്ള ബസ് എവിടെ പിടിക്കും? കൈനരിക്കുള്ള ബസ് അവിടെ പിടിക്കും. അവിടെ എന്ന് പറയുമ്പോ വരുമ്പോ പിടിക്കുന്നല്ലേ പറഞ്ഞ? സഖാവ് എനിക്ക് ഏതാ ട്രെയിനൊക്കെ പോലെ. എന്നാ ചായ കുടിക്ക്. എനിക്ക് വേണ്ട. എന്നാ പിന്നെ ഇത് ഇവിടെ ഇരിക്കട്ടെ, അളി നീക്കുമ്പോ കുടിച്ചോളും. ഇങ്ങോട്ടാണ് ലോക്കൽ കമ്മിറ്റി കയറണോ? ആ പുറകെ നടന്ന് ശീലിച്ചാ മതി, മനസ്സിലായോ? അതാ നല്ലത്. കക്കൂസി പോകുന്നൊരു ഈ പരീക്ഷണം വേണോ? സഖാവ് ഒന്ന് വേഗം നടക്ക് സഖാവ്. പറ്റൂല, ബാക്കിലെടുത്തേ ബാക്കിലെടുത്തേ. ഞാൻ ഒരു കീറ്റാണ് വേഗം പോയിട്ട് വരണം, മനസ്സിലായോ? സമയം എടുത്തേക്കാളുണ്ടല്ലോ. എത്ര നേരം എന്തായിരുന്നു പരിപാടി അതിന്റെ അകത്ത്? സഖാവ് ഒത്തിരി നാൾ കൂടിയിരുന്ന് വയറിറച്ചൊന്ന് ആപ്പിയിട്ടു. ഭരണം കയ്യിലുണ്ടെന്ന് പറഞ്ഞത് തോന്നിവാസം കാട്ടിപ്പോരുത്. തന്നെ പോലത്തെ ആൾക്കാരാണ് ഈ നാട് നാറ്റിക്കണത്. സഖാവ് ഇനിയും എന്നെ തിരുവനന്തപുരത്തിന് കൊണ്ടുപോകണം. ആലപ്പുഴ നാറ്റിച്ചേ പോരായിരിക്കും, നീ തിരുവനന്തപുരം നാറ്റിക്കാൻ വേണ്ടി. കൊള്ളക്കളവൻ കഴിക്കാം. വാ പോയി കിടന്നുറങ്ങാം. മൂടങ്ങ് കളഞ്ഞു. യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് കൈനഗിരി ഭാഗത്തേക്കുള്ള ബസ് സ്റ്റാൻഡിന്റെ വടക്ക് ഭാഗത്ത് പാർക്ക് ചെയ്തിരിക്കുന്നു. യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് കൈനഗിരി ഭാഗത്തേക്കുള്ള ബസ് സ്റ്റാൻഡിന്റെ വടക്ക് ഭാഗത്ത് പാർക്ക് ചെയ്തിരിക്കുന്നു. കൈനഗിരി ബസ് എണീറ്റ് വാടോട് ചാടി ചാടി വേഗം വാ ഇങ്ങോട്ട് വാ. എവിടെ നോക്കിയാടോ നടക്കണത്? കണ്ണൂടെ വടക്ക് നോക്കി വന്നാണ് ചേട്ടാ. എന്നിട്ട് വടക്ക് കിട്ടിയാ? ഇല്ല, ഫോൺ പൊട്ടിക്കിട്ടി. താങ്ക്സ് ഒന്നും പറയണ്ട. ആ കണ്ണ വടക്ക് വിട്ടോ. ഇതല്ലേ സഖാവേ വടക്കൻ? ആ ചെറുക്കൻ കൈനഗിരിയിലുള്ളതാണ്. ഫോൺ വാങ്ങിച്ചു കൊടുക്കാൻ തന്നെ കാശുണ്ടാ? സഖാവിന്റെ ബുദ്ധി. ആ ബുദ്ധി വാങ്ങട്. ഇന്ന് ലേറ്റാണല്ലോ. സോറി സാർ, ലേറ്റ് ആയി പോയി. അതെ, ഗൗതമി സാറിനൊരു ഗുണമുണ്ട് കേട്ടോ. എന്താ? പതിവ് തെറ്റിക്കത്തില്ലല്ലോ. പെട്ടെന്നല്ലേ ഇന്നലെ ഡ്യൂട്ടിക്ക് വരായിരുന്നു. ചേട്ടൻ ലീവ് കഴിഞ്ഞ് പോയില്ലേ? ആ ഗൗതമി സാറേ, ഒരു ട്രെയിനിങ് ഉണ്ട്, PSC അയാളെ കൂടെ കയറ്റിക്കോ. പിന്നെന്താ ചേട്ടൻ എന്താ ഇവിടെ ഇരിക്കുന്നേ? അവിടെ സീറ്റൊക്കെ ഒഴിവുണ്ടല്ലോ, മാറിയിരിക്കേ. ഈ സീറ്റിന്റെ പകുതി യാത്രക്കാർക്കുള്ളത്. അത് വേണ്ട, ചേട്ടൻ അങ്ങോട്ട് മാറിയിരുന്ന സീറ്റ് ഒഴിവുണ്ടല്ലോ. ചേട്ടൻ വെളിയിൽ നിന്ന് ഒഴിവാക്കൂ. എന്നാ സഖാവ് അങ്ങോട്ട് മാറിയിരുന്നേ. അല്ല, അത് ഹൈക്കോടതിയുടെ പുതിയ ഉത്തരവ് സഖാവ് അറിഞ്ഞില്ലായിരിക്കും. വനിതാ കണ്ടക്ടറുടെ പാതയിൽ പുരുഷന്മാരിരിക്കാൻ പാടില്ല. അത്തരം ഉത്തരവുകളൊന്നും ഞങ്ങളുടെ സഖാവിന് ബാധകമില്ല. സഖാവ് തിരുവനന്തപുരത്ത് നിന്ന് ട്രാൻസ്പോർട്ട് വകുപ്പ് മന്ത്രിയെ കണ്ടിട്ടാ വരുന്നത്. ചേട്ടൻ ഇരുന്നോളൂ. ആയിക്കോട്ടെ. സഖാവ് ഇവിടെ വന്നിരിക്കും. സഖാവ് ഒന്ന് കാലൊന്ന് മാറ്റി. ചെലപ്പോ സാറേ വണ്ടി എടുത്തോ. ഗൗതമി സാറേ, നമ്മുടെ PSC വന്നില്ല. സാറേ ഗുഡ് മോർണിംഗ്. ഞാൻ ഈ അറ്റൻഡൻസ് ബുക്ക് ഫസ്റ്റ് ഡേ തന്നെ ബസ് കിട്ടിയപ്പോ ഒന്ന് ലേറ്റ് ആയി പോയി. നമുക്ക് വൈകിട്ട് വിശദമായിട്ടൊന്ന് പരിചയപ്പെടണം. ഓക്കെ, ഞാനിപ്പോ പോയിട്ട് വരാം. സാറേ KSRTC മുഖച്ചായ ഒന്ന് മിനുക്കാന്ന് വെച്ച ഇവന്മാര് സമ്മതിക്കത്തില്ലെങ്കിൽ ഇനി ഞാനൊന്ന് സ്ട്രിക്റ്റ് ആയേ പറ്റൂ. ഇപ്പൊ തന്നെ 5-6 മിനിറ്റ് ലേറ്റ് ആണ് അല്ലേ? അവർക്ക് എന്തു ആകാമല്ലോ സഖാവേ. കാട്ടിലെ തടി ദേവരടാന. സാർ അയാളൊന്നും നോക്കണ്ട, അതൊന്നും കുഴപ്പമില്ല. അയാൾ എപ്പോഴാന്ന് വെച്ചാൽ വരട്ടെ. സാറേ, ഈ കൈനഗിരിക്കുള്ള ബസ് അവിടെ ബസ് എടുത്തല്ലോ, പെട്ടെന്ന് ചെല്ല്. ശരി.
ആളെ കയറാനുണ്ട്. ഏയ്. ഏയ്. വണ്ടി നിർത്ത്. ഏയ്. ആളെ കയറാനുണ്ട്. ഡ്രൈവറെ, വണ്ടി നിർത്ത്. ഏയ്. വണ്ടി നിർത്ത്. വെയിറ്റ് ചെയ്യായിരുന്നു. ഞാൻ കൗര ഗൗതമല്ലേ? തന്റെ മടിയിലിരുത്തി എന്റെ പേരിട്ടത്. സാറേ, ഞാൻ പുതിയ ട്രെയിനി ആയിരുന്നു. PSC ഒക്കെ കഴിഞ്ഞേ. ആണോ? യാ. സന്തോഷം. എന്താ ഗൗതമി സാറേ അവിടെ ഒരു ബഹളം? അതെ, വലിയൊരു PSC കാരൻ ചാർജ് എടുത്തയാ. സമയമാണല്ലോ. നമസ്കാരം. എന്റെ പൊന്നു PSC-കാരാ, ഈ റോഡ് വക്കിൽ വെയിലും കൊണ്ട് ബസ് കാത്ത് നിൽക്കുന്നത് സാധാരണക്കാരായിട്ടുള്ള ആളുകളാ. അവരുടെ സമയത്തെ കൂടെ ഒന്ന് മാനിക്കും കേട്ടാ. വെറുതെ KSRTC പറഞ്ഞിരിക്കാൻ. ചെലപ്പോ സാറ് വണ്ടി എടുക്ക്. എടി, ആ പുതിയ ബസ് കണ്ടക്ടർ കൊള്ളാലോ. അതെ, നാളെ മുതൽ നമുക്ക് ഈ ബസ്സിൽ തന്നെ കയറിയാൽ മതി. ഓക്കെ? ടിക്കറ്റ് എങ്ങോട്ടാ ഏട്ടന്മാരെ? സഖാവേ എങ്ങോട്ടാ? എങ്ങോട്ടാ എടുക്കണ്ടേ? എനിക്ക് ടിക്കറ്റ് എന്തിനാ? പാസ്സല്ലേ? പാസോ? രാവിലെ തന്നെ ഓസം ഇറങ്ങിയേക്ക. ഗൗതമി, ടിക്കറ്റ് എടുക്കും സഖാവേ. സഖാവ് പേപ്പർ ഒന്ന് വായിക്കാം. സകല ഓസ് നിർത്തലാക്കാൻ ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ട്. താൻ ടിക്കറ്റ് എടുത്താ? എടുക്കണം. ഇല്ലല്ലേ? നടക്ക്. ചേട്ടൻ എങ്ങോട്ടാ? നെടുമുടി പാലത്തിന് താൻ വിമതനാണല്ലേ? ആണെങ്കിൽ തനിക്കെന്ത്? വിമതൻ. ശാസ്ത്രുവാ സഖാവ്. ഇനി ആരെങ്കിലും എടുക്കാനുണ്ടോ ടിക്കറ്റ്? ടിക്കറ്റ് പള്ളത്തുരുത്തി. പള്ളത്തുരുത്തി. അതെ. എങ്ങോട്ടാ പോണ്ടേ? 2 പൂപ്പള്ളി. 40. ടിക്കറ്റ്. ഒരു വള്ളത്തിൽ പാലത്തിനപ്പുറമാണോ? ചേട്ടാ, ഈ ആ സ്ഥലത്തിന്റെ പേരെന്നാ? പൂപ്പള്ളി. ആ, പൂപ്പള്ളി. പൂപ്പള്ളി ഉള്ളതല്ലോ. ഡോ, താനെന്താ ടൂറിന് പോവാ? ഇങ്ങോട്ട് വന്നേ. കൊച്ചൊരു ബഹുമാനക്കുറവുണ്ടല്ലോ. ശരിയാക്കി തരാം. തോനെന്തോട് ചെക്കിംഗ് ഇൻസ്പെക്ടറോ? അല്ല, PSC കണ്ടക്ടർ. ചെക്കിംഗ് ഇൻസ്പെക്ടർക്കും പിന്നെ അങ്ങനല്ലേ? താനിത് പിടിച്ചേ. ഇത് പിടിക്കണം. അല്ല, ഇതിന്റെ പ്രവർത്തനം എങ്ങനെ? കൂടെ താൻ PSC ആണെന്ന് പറയുന്നുണ്ടല്ലോ. തന്റെ കഴിവും തെളിയിച്ചേ. അല്ല, എനിക്ക് ഈ കുത്താൻ അറിയത്തില്ല. ഞാൻ ഇത് ആദ്യമായിട്ടാ. പിന്നെ ഈ കുട്ടനാടൊക്കെ കണ്ടപ്പോ എല്ലാം അടിപൊളിയാണ്. ഇങ്ങോട്ട് നോക്ക്. എവിടെ? ഓ, ഇവിടെ. ഞാൻ ഹാഫ് ടിക്കറ്റ് പഠിക്കണ്ടേ? അല്ല, പറഞ്ഞു കണ്ടിന്യൂ. അയ്യോ, അവള് വന്നെന്ന് തോന്നുന്നു. എടി, TV ഓഫ് ചെയ്തേ. വല്ലയിടത്ത് പഠിക്കാൻ നോക്ക്. ഓ, ഇവനായിരുന്നോ? ആവശ്യം അംഗീകരിക്കാൻ സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. സ്കൂളിന്റെ നഷ്ടപ്പെട്ട അംഗീകാരം ഉടനെ പുനഃസ്ഥാപിക്കും. എടി കൊച്ചേ, അങ്ങോട്ട് മാറിക്കൊടുത്തേ. നീ അങ്ങോട്ട് ഇരിക്കണം. ഇപ്പൊ തീരൂ.
ശ്ശോ, ഈശ്വരാ, അവള് വന്നു പോകട്ടെ. പഠിക്കാൻ നോക്കേ. അമ്മ എന്താ ഇതൊക്കെ ആയിട്ട്? അയ്യോ, അത് ഞാനിങ്ങനെ വേഗം വന്നപ്പോഴേ ശങ്കുവേട്ടോ TV ഓഫ് ചെയ്യ്. ഉച്ചക്ക് വിളിച്ചപ്പോ എന്താ പറഞ്ഞേ? ആ അതൊന്നൊരു പുതിയ പുരുഷൻ വന്നിട്ടുണ്ടായിരുന്നു. ഒരു PSC നിയമനം ഒന്നും അറിയത്തില്ല അവന്. ആ കൊള്ളാലോ, ഇങ്ങനെയുള്ളവരൊക്കെയാണ് അപ്പൊ ജോലിക്ക് എടുക്കുന്നത്. നീ വാ, വല്ലതും കഴിക്കാൻ നോക്കാം. ആ വരുന്നു. ഡാ ശങ്കു, പിള്ളേര് പഠിക്കുമ്പോഴാണോ നിന്റെ TV ആണുള്ളത്? അല്ല ഞാൻ ഈ ചുമലോട്ടൻ ഓഫ് ചെയ്യാൻ നോക്കിയിട്ട് മഞ്ഞോട്ടൻ ഞെക്കിട്ട് ഓഫ്. നീയൊക്കെ എന്തു അടിയിരുന്ന് പഠിക്കുന്ന ടിവിയുടെ മുന്നില് കയറിപ്പിടിയാത്ത പരീക്ഷ TV വെച്ചാലുണ്ടല്ലോ. പിള്ളേരിരുന്ന് പഠിക്കാ ശങ്കു, നീ പോയിക്കേ. ഇനിയിപ്പം സീരിയൽ കാണാത്ത പോലെ പാവണോ? ലോകത്താരും സീരിയൽ കാണാത്ത പോലെ. എന്താ എന്നത്ര ദേഷ്യം? ചില്ലറ തരാതെ ബസ്സിൽ കയറിയവന്മാരുടെ ദേഷ്യം ശങ്കുവിനോട് തീർത്താണോ? ഒരുപാട് കോമഡി അടിക്കല്ലേ. ഇന്നോ പഠിച്ചു. ശങ്കു പോയോ? അവനോട് അത്ര ദേഷ്യം വേണ്ടായിരുന്നു. എന്തോ ചിത്ര സ്വാതന്ത്ര്യം കൊടുക്കാൻ പാടുണ്ടോ? 2 പെൺകുട്ടികളുള്ള വീടല്ലേ? അപ്പോഴേക്കും പടങ്ങിയോ? നീ പോയി കുളിച്ച് ഫ്രഷ് ആയിട്ട് നിന്റെ സ്പെഷ്യലില്ലേ, കാന്താരിയും പച്ചമാങ്ങയും തേങ്ങയൊക്കെ ഇട്ടുള്ള ഒരു ചമ്മന്തി അതുണ്ടാക്ക്. നമുക്ക് ഒരുമിച്ച് കഞ്ഞി കുടിക്കാം. ഇല്ലാത്ത അസുഖങ്ങളൊന്നുമില്ലല്ലോ. ഒരുപാട് അങ്ങ് സ്പെഷ്യൽ കഴിക്കണ്ട. ആ ഇനി ചമ്മന്തി ഇല്ലാത്തതിന്റെ പേരിൽ കഴിക്കാവുന്ന ഇരിക്കണ്ട, ഉണ്ടാക്കിയേക്കാം. പൊറോട്ടയും ബീഫ് ഉണ്ട് കേട്ടോ. ഒരുപാട് തന്നെ എനിക്കൊരു വാഴക്കപ്പം. അതൊക്കെ അവിടെ നിൽക്കട്ടെ. എന്തായി കോട്ടയത്ത് പോയ പെണ്ണിന്റെ കാര്യം? സഖാവ് രാഷ്ട്രീയക്കാരെന്ന് പറഞ്ഞപ്പോഴേ അവരെന്റെ നമ്പർ വരെ ബ്ലോക്ക് ചെയ്തു. പലചരക്കട ഉണ്ടെന്ന് പറയാൻ പറഞ്ഞിട്ടില്ലേ? സഖാവേ, ഞാൻ കള്ളം പറഞ്ഞ് കല്യാണം നടന്ന ആളല്ല. അപ്പൊ തന്റെ കല്യാണോ? അത് പിഴച്ചു പോയി. അതിവിടെ സഖാവിന്റെ മനസ്സിൽ ആരെങ്കിലും ഉണ്ടോ? ദേ എന്നോട് പറ. ഇതുവരെ കണ്ട പെണ്ണിനല്ല സൂപ്പറല്ലേ, എന്നിട്ട് സഖാവിന് ഇഷ്ടപ്പെടുന്നില്ല. ഞാൻ ചേരും വഴി ചേർക്കും. രസാഖോട് ഗുണ പട്ടിക പറഞ്ഞേ. ആ ഇതാ നിങ്ങളുടെ രാഷ്ട്രീയക്കാരെ കുഴപ്പം. എന്തെങ്കിലും പറഞ്ഞ റൂട്ട് മാറ്റിവിടും. നമ്മുടെ റൂട്ടിലേക്ക് വാ. മനസ്സിൽ വല്ലരും ഉണ്ട്? മനസ്സില് ഇത് കുറെ ഉണ്ടല്ലോ. ആ കൂട്ടത്തിൽ എന്റെ മൂളും ഉണ്ടല്ലോ. അതിലേതാ സഖാവേ? വേഗം ചെല്ലു, അസംബ്ലി തുടങ്ങാറായി. വടയുടെ കാശ് പട്ടിലിരിക്കും. അയ്യോ എനിക്ക് ഇവിടെ എനിക്ക് എങ്ങും പറ്റില്ല. നമുക്ക് ശ്രീധത്തിന്റെ കാശിന്ന് പിടിക്കാം. ഗൗതമി, ഗൗതമി, ഡോണ്ട് ഗോ. ഗൗതമി, ഞാൻ ആ വഴിക്കായിരുന്നു. ഒരു ലിഫ്റ്റ് കിട്ടിയിരുന്നെങ്കിൽ ഉപകാരമായിരുന്നു. ആർക്കുപകാരം? എനിക്ക് ഉപകാരമായിരുന്നു. സഖാവേ, ഓസാനത് KSRTC അല്ലേ കേട്ടോ. ഗൗതമി, ഞാൻ സംയമനം പാലിച്ച് ബാക്കിലിരുന്നോളാം. നോ ടച്ചിങ്സ്. ഞാൻ അതിലും നല്ലൊരു ഐഡിയ പറയട്ടെ. സഖാവ് ഒരു പെണ്ണ് കിട്ട്. നോണം കിട്ട സർക്കാരും ഓസാൻ കുറെ രാഷ്ട്രീയക്കാരും. ലിഫ്റ്റ് വെച്ചിട്ട് സർക്കാർ എന്ത് കഴിച്ചു? രാജിവെക്കാൻ പറയായിരുന്നു. നന്നായി. ഇതാണ് എന്റെ ഇന്ത്യ. ഞാൻ സ്വപ്നം കണ്ട ഇന്ത്യ. നീ ഇത് കാരണമാണോ പെണ്ണ് കിട്ടാത്തത്? അത് സഖാവ് നല്ല രീതിയിൽ നോക്കാഞ്ഞിട്ടാ. ആ ഇതെപ്പറ്റി ലോട്ടറി കച്ചവടം അങ്ങനെ സുഖമായിട്ട് പോകണ്ടല്ലേ? അപ്പൊ ആ കാര്യം നോക്കിയാ പോരെ? പോയി വിട്ടോ. ആ നിക്ക് എന്താ സഖാവേ? നിങ്ങളോടല്ല, അവിടെ പറഞ്ഞതാണ്. വെറുതെ മനുഷ്യനെ കൊതിപ്പിച്ചു. ലിഫ്റ്റ്. എന്റെ പൊന്ന് സഖാവേ, ഇപ്പൊ പിന്നെ ഇരിക്കുന്ന ആൾക്ക് ഹെൽമെറ്റ് നിർബന്ധം ഇല്ല. എന്റെ ലൈസൻസ് പോവും. സഖാവ് നടന്നങ്ങ് പോയച്ചാ മതി. അവന്റെ ഒരു അഹങ്കാരം. പിന്നെ എത്രയും പെട്ടെന്ന് പോലീസിനെ കൊണ്ടുവിടും. വിലാസിനി വെയിൽ കൊണ്ട് കറുത്തു പോലും. ഏട്ടനും വെയിലോളൊന്ന് കുറയ്ക്കണം. എടാ പ്രഭാകരാ, എന്നാ ജംഗ്ഷനിലൊന്ന് ഇറക്കിയാ മതി. ജംഗ്ഷനിലല്ല, നീ പറയുന്ന എവിടെ വേണേലും ഞാൻ ഇറക്കാം. എങ്ങനെയൊരു എത്രയും പെട്ടെന്ന് ഒരു വണ്ടി ഓടിക്കാൻ പറ്റില്ല? ആദ്യം സൈക്കിൾ ബാലൻസ് സെറ്റ് ചെയ്യണം. പോയാ തണ്ടി.